ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ 100 ദിനവും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 100 ദിനവും ഒപ്പം വി ഡി സതീശൻ സർക്കാരിന്റെ 100 ദിനവും ഒക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇപ്പൊ ഇതാണല്ലോ വലിയ ചർച്ച എന്ന് പറയുന്നത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ പ്രധാന 100 ദിന നേട്ടങ്ങൾ 2016 അധികാരത്തിൽ വന്ന ശേഷമുള്ള ആ 100 ദിവസത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യം നോക്കാം. ലൈഫ് മിഷൻ പദ്ധതി അല്ലെ, സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ലൈഫ് മിഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. 2016 അധികാരത്തിൽ വന്ന ശേഷമാണ് 100 ദിവസത്തിന് ഉള്ളിലാണ് ഇത് പ്രഖ്യാപിച്ചത്. പിന്നീട് അത് മുഖേന 5 ലക്ഷത്തോളം ആളുകൾക്ക് അല്ലെ വീട് ലഭിച്ചു. ഭവനരഹിതരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വീട് ലഭിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് ആർദ്രം മിഷൻ, സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കാനും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്താനും ലക്ഷ്യമിട്ട് ആർദ്രം മിഷന് തുടക്കം ഇട്ടു. ഇതൊക്കെ വലിയ സക്സസ് ആയിരുന്നു അല്ലെ. നമ്മുടെ ഈ ആരോഗ്യ രംഗത്തിന് ഇതൊക്കെ നൽകിയ ഒരു ഉണർവ് ചെറുതൊന്നും ആയിരുന്നില്ല. അതായത് വലിയ രീതിയിൽ തന്നെ സർക്കാർ ആശുപത്രികൾ ഒരു ഹൈടെക് ലെവലിലേക്ക് ഇത് മുഖേന ഉയരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹൈടെക് ക്ലാസ് മുറികളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി സർക്കാർ സ്കൂളുകളെ വീണ്ടെടുക്കുന്നതിനായിട്ട് പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു. അതായത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണത്തിന് ശേഷമാണല്ലോ പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഈ ഉമ്മൻചാണ്ടി ഭരണത്തിൽ UDF ഭരണത്തിൽ സർക്കാർ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. മാത്രമല്ല സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അറിയാമല്ലോ, നമ്മുടെ പരീക്ഷ എടുത്താൽ പോലും പുസ്തകം പോലും കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പലരും ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊക്കെ എടുത്താണ് ആ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല പല സ്കൂളുകളും ഒക്കെ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലായിരുന്നു, പലതൊക്കെ അടച്ചുപൂട്ടി വരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്നത് പോലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമൊക്കെ കൊണ്ടുവന്ന് അത് വലിയ സക്സസ് ആക്കിയത്. അതൊരു വലിയ കാര്യമായി തന്നെ എടുത്തു പറയുകയാണ്. വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെ ആ സർക്കാർ എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് പറയേണ്ടതുണ്ട്. പിന്നീട് ഹരിത കേരള മിഷൻ, അതും ഒരു ഗംഭീര ഹിറ്റായിട്ട് മാറിയ ഒന്നായിരുന്നു. മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, ജൈവ കൃഷി പ്രോത്സാഹനം എന്നിവ മുൻനിർത്തി പുതിയ ആ ഒരു മിഷൻ ആരംഭിക്കുന്ന സാഹചര്യം നമ്മൾ ആ സമയത്ത് കണ്ടു അല്ലെ. അത് വലിയ രീതിയിൽ തന്നെ എല്ലാവർക്കും ഗുണം ചെയ്തു. നമ്മുടെ നാടിന്റെ മുഖം തന്നെ മാറ്റി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ എടുത്തു പറയുന്നത് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു. അത് കൃത്യമായി വീടുകളിൽ എത്തിക്കാനും നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഈ UDF സർക്കാരിന്റെ സമയത്ത്, അതായത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് 18 മാസം പെൻഷനുകളൊക്കെ കുടിശ്ശിക വരുത്തിയാണ് ആ സർക്കാർ ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത് അല്ലേ. അതായത് അവർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് പ്രാവർത്തികമാക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളുകളാണെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ 18 മാസം കുടിശ്ശിക വരുത്തിയിട്ട് ഒരു സർക്കാർ ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞ സർക്കാർ കുടിശ്ശിക വരുത്തിയതല്ല, ഞങ്ങൾ തരേണ്ടതുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതൊരു ന്യായമായിട്ടുള്ള ചോദ്യവുമാണ്. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം പോലും പിണറായി വിജയന്റെ സർക്കാർ ചോദിക്കാൻ നിന്നില്ല. 18 മാസം UDF സർക്കാർ ഈ പറയുന്നത് പോലെ പെൻഡിങ് ആക്കിയ കൊടുക്കാതിരുന്ന പെൻഷനുകൾ ഒറ്റയടിക്ക് കൊടുത്തു തീർക്കുകയും 62 ലക്ഷം ആളുകൾക്ക് പിന്നീട് ഈ പെൻഷൻ നൽകുന്നത് വർദ്ധിപ്പിക്കുകയും പെൻഷൻ തുകയൊക്കെ വലിയ കുത്തനെ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു സർക്കാരായിരുന്നു പിണറായി വിജയൻ സർക്കാർ. അവർ അധികാരത്തിൽ വന്നിട്ട് ആദ്യം തന്നെ ചെയ്തത് ഇത്തരത്തിലുള്ള ഈ ഇരുണ്ട കാലത്തെ തുടച്ചു നീക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതെല്ലാം ലഭ്യമാക്കി കൊടുത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതൊക്കെ പ്രാവർത്തികമാക്കുന്ന സർക്കാരാണ് എന്ന് കാണിച്ചു കൊടുക്കലായിരുന്നു. അത് ഗംഭീരമായി തന്നെ നടന്നു. ഈ പെൻഷൻ തുകയൊക്കെ കറക്റ്റായിട്ട് കൊടുത്തത് ഒരു വലിയ സംഭവമായിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണേണ്ടത്. കാരണം ഇപ്പോൾ അത് കിട്ടുന്നില്ല. ഇനി K-ഫോൺ പദ്ധതി, ജനങ്ങൾക്ക് മിതമായ നിരക്കിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായും ഇന്റർനെറ്റ് ഉറപ്പാക്കുന്ന ഒരു പ്രഖ്യാപനം കൂടി ആ സമയത്ത് നടത്തി. അത് പിന്നീട് പ്രാവർത്തികമാവുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇനി രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രധാന 100 ദിന നേട്ടങ്ങൾ കൂടി നമുക്ക് നോക്കാം. കോവിഡ് ആശ്വാസ പാക്കേജ്, കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് കൈത്താങ്ങായി 20,000 കോടി രൂപയുടെ സാമ്പത്തിക ആശ്വാസ പാക്കേജ് നടപ്പിലാക്കി അല്ലെ. ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ആ സമയത്ത്. കാരണം കോവിഡൊക്കെ നമ്മളെ വല്ലാത്ത രീതിയിൽ വലയ്ക്കുമ്പോൾ ഒരു സർക്കാർ എണ്ണയിട്ടതുപോലെ പ്രവർത്തിച്ച് കോവിഡിന് ജനങ്ങളെ എറിഞ്ഞു കൊടുക്കാതെ നല്ല കരുതലോടെ ജാഗ്രതയോടെ നമ്മൾ എല്ലാവരെയും ആ സർക്കാർ നോക്കി അല്ലെ. അതൊരു പ്രധാനപ്പെട്ട ഒരു നേട്ടം തന്നെയാണ്. പിന്നീട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള സമഗ്ര പദ്ധതിക്ക് രൂപം നൽകി. അങ്ങനെ ദരിദ്രരില്ലാത്ത ഏക സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം ഈ രാജ്യത്ത് മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വാതിൽപ്പടി സേവനം, പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കും ഈ അവശ്യരേഖകളും പെൻഷനും വീട്ടിലെത്തിച്ച് നൽകുന്ന വാതിൽപ്പടി സേവനത്തിന് തുടക്കമിട്ടു. അതും വലിയ രീതിയിൽ തന്നെ ഹിറ്റായി. അതുകൊണ്ട് ഡിജിറ്റൽ റീസർവേ, സംസ്ഥാനത്ത് ഭൂമി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും കൃത്യമായ ഭൂവിവര ശേഖരണത്തിനുമായി എൻ്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ പദ്ധതി ആവിഷ്കരിച്ചു. പട്ടയ വിതരണം, അത് എടുത്തു പറയണമെന്ന് തന്നെയാണ്.
ജനിച്ച മണ്ണിൽ അന്തി ഉറങ്ങുന്നവൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം പട്ടയം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ്. അങ്ങനെ ആയിരക്കണക്കിന് ഭൂരഹിതർക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ പട്ടയങ്ങൾ വിതരണം ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങൾ, സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും ഡിജിറ്റലൈസേഷൻ വേഗത്തിലാക്കാനും ഒക്കെ പ്രത്യേക നടപടികൾ സ്വീകരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ 100 ദിനങ്ങൾ മാത്രമായിരുന്നില്ല, ആ 10 വർഷം ജനങ്ങളെ സംബന്ധിച്ച് ഒരു സുവർണ കാലഘട്ടമായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടാവും. ഇനി നമുക്ക് വി ഡി സതീശന്റെ 100 ദിവസം കൂടി ചർച്ച ചെയ്യാം. സത്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. ഈ 100 ദിനത്തിൽ പറയാനുള്ളത് കുറെ പോരായ്മകൾ മാത്രമാണ്. നേട്ടങ്ങളൊന്നും തന്നെ നമുക്ക് എടുത്തു പറയാനില്ല. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന എല്ലാം നിർത്തലാക്കിയ 100 ദിനങ്ങൾ. ലൈഫ് മിഷൻ പദ്ധതിയില്ല, പെൻഷനൊക്കെ ഏകദേശം അറിയാമല്ലോ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. ഒന്നും കറക്റ്റായിട്ട് ലഭിക്കുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ നുണയുടെയും യൂട്ടേണടിയുടെയും 100 ദിനങ്ങളാണ് ജനങ്ങൾ കണ്ടത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ മലമറിക്കുമെന്ന് പറഞ്ഞൊരു ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു ഗ്യാരണ്ടി കൊണ്ടുവന്നു. ആ ഗ്യാരണ്ടിയിൽ പറഞ്ഞതൊന്നും നടപ്പിലാക്കി നമ്മൾ കണ്ടില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 21,000 രൂപയാക്കി ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കും എന്നതായിരുന്നു അവർ ആദ്യം പറഞ്ഞത്, അല്ലേ? എന്നിട്ട് ഓണറേറിയം വർദ്ധിപ്പിച്ചോ? ഇല്ല. ആശമാരെ അതിഗംഭീരമായിട്ട് പറ്റിച്ചു. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ KSRTC ബസ്സിലും എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്നതായിരുന്നു മറ്റൊരു പ്രഖ്യാപനം. എന്നിട്ട് എല്ലാ KSRTC ബസ്സിലും ഈ നാട്ടിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചോ? ഇല്ല. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യ യാത്ര അനുവദിച്ചു. ഇപ്പോൾ ആ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. പല ഓർഡിനറി ബസ്സുകളൊക്കെ സിറ്റി ഫാസ്റ്റുകളൊക്കെ ആക്കി മാറ്റിയൊക്കെ ഇവർ കാണിച്ച് ഇരട്ടത്താപ്പും ഒക്കെ ജനങ്ങൾ കണ്ടു. സ്ത്രീകളെ അതിഗംഭീരമായി പറ്റിച്ചൊരു സർക്കാർ. ശേഷം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വന്യജീവി ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിക്കും എന്നും പറഞ്ഞു. എന്നിട്ട് പ്രതിരോധിച്ചോ? ഇല്ല. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കൊല ചെയ്യപ്പെട്ട കുടുംബത്തിലെ ആളുകൾ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ ഈ സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയായിട്ടുള്ള വനം വകുപ്പ് മന്ത്രി അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഷിബു ബേബി ജോൺ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല എന്ന്. അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മലമറയ്ക്കുമെന്ന് പറഞ്ഞവരാണ്. അതുപോലെ തന്നെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടു. മോഡിഫിക്കേഷൻ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നടത്താൻ കഴിയും എന്ന് പറഞ്ഞു. ഇപ്പോ അത് കേട്ട് മോഡിഫിക്കേഷൻ ചെയ്ത ആളുകളൊക്കെ തൂങ്ങിയിരിക്കുകയാണ്. അതായത് അമ്മാതിരി ഈ പറയുന്നത് പോലെ മോഡിഫിക്കേഷനെതിരെ നിയമ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നുണയായിരുന്നു എന്ന് തെളിഞ്ഞു, അല്ലെ? മാത്രവുമല്ല, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ KM ഷാജിയൊക്കെ നടത്തിയിട്ടുള്ള PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും, അല്ലെ? ഞങ്ങൾ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നടപ്പിലാക്കാൻ വേണ്ടി, അത് നടത്താൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നത് ഈ 100 ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ടത് ആരെയാണ്? ലീഗിനെയാണ്. ഒപ്പം നമ്മുടെ UDF സർക്കാരിനെയാണ്. മാത്രമല്ല, കേന്ദ്ര സർക്കാരുമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ നമ്മൾ കണ്ടു, അല്ലെ? VD സതീശൻ സർക്കാർ സത്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിമയായി മാറുന്നു എന്ന് പോലും സംശയം നമുക്ക് തോന്നി, അല്ലെ? വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്ന കാഴ്ച നമ്മൾ ഈ കേരളത്തിൽ കണ്ടു, അല്ലെ? അങ്ങനെ സംഘപരിവാറിനും BJPക്കും ഒക്കെ വളരാൻ വേണ്ടി നിലമൊരുക്കുന്ന ഒരു സർക്കാരിനെയാണ് ഈ 100 ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ടത്. അതായത് സർക്കാരിനോട് പോലും പറയാതെ, സർക്കാരിനെ പോലും അറിയിക്കാതെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് ഗവർണർ വിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ 100 ദിനം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെ ഓർത്ത് എല്ലാവർക്കും ഭയമാണെന്നുള്ളതാണ്. വിലകയറ്റം അതിരൂക്ഷമായ സംസ്ഥാനം മാത്രമാണോ? ഈ 100 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? പെട്രോളിനും ഡീസലിനും കുത്തനെ വില വർദ്ധിക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ നികുതി എടുത്തു മാറ്റുമെന്നായിരുന്നു ഈ സർക്കാർ പറഞ്ഞത്. എന്നിട്ട് മാറ്റിയോ? ഇല്ല. അതുപോലെ എത്ര സംഭവങ്ങൾ നോക്കൂ. ജന്തർമന്ത്രിൽ നമ്മുടെ പാറ്റകൾ, കോക്രോച്ച് ജനതാ പാർട്ടി, യുവജനങ്ങൾ അവർ ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാനെതിരെ ഒരു സമരം നടത്തി, അല്ലെ? VD സതീശനും ഈ സർക്കാരിനും ഏതെങ്കിലും രീതിയിൽ ധർമ്മേന്ദ്ര പ്രധാനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുന്ന കുട്ടികൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞോ? ഇല്ല. മറിച്ച് ധർമ്മേന്ദ്ര പ്രധാനെതിരെ സമരം ചെയ്ത DYFI പിള്ളേർക്കെതിരെ കേസെടുത്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. MDMA കേസുമായി ബന്ധപ്പെട്ട് പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ MDMA കേസ് പ്രതിയുമായി മുഖ്യമന്ത്രിക്ക് നല്ല ബന്ധം. എന്ത് ബന്ധമാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അറിയില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും നന്നായി അറിയാം എന്ന രീതിയിലുള്ള വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് കഴിഞ്ഞ 100 ദിനത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് 100 ദിനത്തിൽ ആരാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചു പറയാൻ കഴിയുമല്ലോ, അത് പിണറായി വിജയൻ സർക്കാർ തന്നെയായിരുന്നു എന്ന്. എങ്ങനെ ഇനി UDFന് ഭരണം കിട്ടിയെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. കുറെ മാധ്യമങ്ങളും കുറെ രീതിയിലുള്ള ബ്ലോഗർമാരും ഒക്കെ സർക്കാരിനെതിരെ കുറെ നുണകൾ പറഞ്ഞു. അത് ചില ജനങ്ങൾ വിശ്വസിച്ചു. ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുകയാണ് എന്നാണ് പറയാനുള്ളത്. 100 ദിനം UDF സർക്കാരിന്റെ അമ്പേ പരാജയമായിരുന്നു. 100 ദിനം ഒരു സുവർണ കാലഘട്ടമായിരുന്നു പിണറായി വിജയന്റെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.